കഥയുടെ തുടക്കത്തിലെ ഒരു വലിയ മഞ്ഞ് പ്രദേശം, അതിന് നടുവിലായിട്ട് ചുവന്ന ഒരു കോട്ടും ധരിച്ചിട്ട് ഈ മഞ്ഞെല്ലാം ഷവ്വല് കൊണ്ട് കോരി മാറ്റുന്നു. കുറെ നേരമായിട്ട് ഒറ്റയ്ക്ക് ആ ഒരു പ്രദേശത്ത് അവൻ ഇതേ കാര്യം ഒരുപാട് നേരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നീടാണ് നമുക്ക് മനസ്സിലാവുന്നത് അവൻ സത്യത്തിലെ തന്നെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള SOS ആണ് അവിടെ അടയാളപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതെന്ന്. അപ്പൊ ഇവന്റെ പേര് ഓവർഗാർഡ്. ഇതാണ് നമ്മുടെ ഈ മൂവിയിലെ ഹീറോ. തന്റെ ചെറിയ വിമാനം ക്രാഷായിട്ട് ഈ ആർട്ടിക് പ്രദേശത്ത് വീണു. അപ്പോൾ ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി വേറെ വഴിയില്ലാതെയാണ് മറ്റുള്ളവരുടെ സഹായത്തിന് വേണ്ടിയിട്ട് ഈ പ്രദേശത്ത് ഹീറോ ഇപ്പോൾ കഴിയുന്നത്. മുകളിലൂടെ ഏതെങ്കിലും ഒരു വിമാനം പറന്നു പോവുകയാണെങ്കിൽ അവരെങ്കിലും ഈ ഒരു SOS കണ്ടിട്ട് തന്നെ രക്ഷിക്കാൻ വരട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ആ ഒരു കാര്യം അവൻ എന്നും ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് ദിവസമായി ഹീറോ ഇവിടെ പെട്ടുപോയിട്ട്, അതുമല്ല തന്റെ സർവൈവിന് വേണ്ടിയിട്ട് അവന് ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ഹീറോ അവിടെ ചെയ്യുന്നുണ്ട്. വേറെ ഒന്നുമല്ല, എല്ലാ ദിവസവും ഈ SOS മഞ്ഞ് മൂടുമ്പോഴത്തേക്കും അത് വന്ന് വൃത്തിയാക്കുക. അതേപോലെ തന്നെ ആഹാരം കഴിക്കണമല്ലോ, അതുകൊണ്ട് ആ ഒരു മഞ്ഞിലെ കുഴിയെല്ലാം ആക്കിയിട്ട് അവിടെ ചൂണ്ടയിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ ഓരോ ദിവസവും കിട്ടുന്ന മീനുകളെ ഈ മഞ്ഞിൽ തന്നെ ഫ്രീസ് ചെയ്ത് വെച്ചേക്കും ആവശ്യത്തിനെടുത്ത് കഴിക്കാൻ വേണ്ടി. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തന്നെ അത്യാവശ്യം പിടിച്ചു നിൽക്കാനായിട്ടുള്ള ആ ഒരു ആഹാരം ഇതിലൂടെ തന്നെ കിട്ടുന്നുണ്ട്. ഇങ്ങനെയുള്ള ഒരു പ്രദേശത്ത് ഇതല്ലാതെ വേറെ വഴിയില്ല. അങ്ങനെ ഓരോ ദിവസവും തൻ്റെ കയ്യിലുള്ള ഒരു സിഗ്നൽ ബോക്സ് ഉണ്ട്, അതും എടുത്ത് കുറച്ച് ഉയരമുള്ളൊരു ഭാഗത്തേക്ക് ചെന്നിരുന്നിട്ട് ഏതെങ്കിലും എയർക്രാഫ്റ്റ് മുകളിലൂടെ പറന്നു പോകുന്നുണ്ടോ ഇല്ലയെന്ന് അറിയാൻ വേണ്ടി അതിൻ്റെ സിഗ്നൽ നോക്കും. അതേപോലെ തന്നെ അവൻ സഞ്ചരിച്ച ആ ഒരു സ്ഥലങ്ങളുണ്ടല്ലോ, അതെല്ലാം വെച്ചിട്ട് സ്വന്തമായിട്ട് തന്നെ ഈ ഒരു പ്രദേശത്തിൻ്റെ മാപ്പും അവൻ തയ്യാറാക്കുന്നുണ്ട്. അതേപോലെ തന്നെ കയ്യിൽ ഒരു റെസ്ക്യൂ ഡിവൈസ് ഉണ്ട്. അതിലെല്ലാ ദിവസവും ഒരു എമർജൻസി കോളിന് വേണ്ടി അവ സിഗ്നൽ കിട്ടാൻ വേണ്ടിയിട്ട് അതിങ്ങനെ പ്രവർത്തിപ്പിക്കും. അപ്പോൾ ഇതിൽ റെഡ് ലൈറ്റ് ആണെങ്കിൽ ഒരിക്കലും സിഗ്നൽ കിട്ടിയിട്ടില്ല, ഗ്രീൻ ലൈറ്റ് ആണെങ്കിലോ സിഗ്നൽ അവിടേക്ക് പോയിട്ടുണ്ടെന്നാണ് അർത്ഥം. അപ്പോൾ ഈ ഒരു പച്ച ലൈറ്റ് കത്താൻ വേണ്ടിയിട്ട് തന്നെ മണിക്കൂറുകളോളം ഹീറോ അതിനുവേണ്ടി സമയം ചെലവഴിക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ ഇവിടുന്ന് രക്ഷപ്പെടുക എന്നുള്ളത് മാത്രമാണ് ഒരേ ഒരു ചിന്ത. അത് കഴിഞ്ഞ് രാത്രിയാകുമ്പോഴത്തേക്കും ഈ തണുപ്പ് നല്ലതുപോലെ കൂടുമ്പോൾ ആ ഒരു തകർന്ന പ്ലെയിനിനുള്ളിൽ കയറി ഇരുന്നിട്ട് തണുപ്പ് അതിജീവിക്കാനായിട്ടുള്ള കോട്ടും മറ്റു കാര്യങ്ങളെല്ലാം സ്ലീപ്പിംഗ് ബാഗ് ഉണ്ട്, അതെല്ലാം വെച്ചിട്ട് ആ രാത്രി കഴിയുന്നു. അത് കഴിഞ്ഞ് അടുത്ത ദിവസം ആകുമ്പോൾ വീണ്ടും തൻ്റെ ജോലി ഇങ്ങനെ ചെയ്യാണ്. എന്നിട്ട് അവിടെ വലിയൊരു കറുത്ത പാറയുണ്ട്, അതിനടുത്തേക്ക് എല്ലാ ദിവസവും പോകുന്നുണ്ട്. എന്നിട്ട് അതിനടുത്തേക്ക് പോയിട്ട് അവിടെ ഈ ഒരു കല്ലുകളെല്ലാം പെറുക്കി വെച്ച് തന്നോടൊപ്പം തന്നെ സഞ്ചരിച്ച വേറെ ഏതൊരു പൈലറ്റ് ഉണ്ടായിരുന്നു തോന്നുന്നു, അയാൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഓർമ്മയായിട്ട് ആ കല്ലുകൾ അവിടേക്ക് മാറ്റി വയ്ക്കും. അങ്ങനെ എല്ലാ ദിവസത്തെയും പോലെ തന്നെ ആ ഒരു SOS അത് നല്ല ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടി അവിടെയുള്ള ഐസെല്ലാം ഇങ്ങനെ മാറ്റിയിട്ട് അതേപോലെ തന്നെ ആ ഒരു ചൂണ്ടയിട്ട് വെച്ചേക്കുന്നല്ലോ, അവിടെ ചെന്ന് മീനുണ്ടോ എന്ന് നോക്കുമ്പോൾ ഇപ്പോൾ അധികം മീനൊന്നും കിട്ടുന്നില്ല. പക്ഷെ അവിടെയാണ് മറ്റൊരു കാര്യം, താഴെ ഒരു വലിയ കാൽപാദം കാണുന്നുണ്ട്. ശ്രദ്ധിച്ച് നോക്കുമ്പോൾ അത് ഈ ഒരു പോളാർ ബിയർ ഉണ്ടല്ലോ, മഞ്ഞിലെ കരടി, അതിൻ്റെ കാൽപ്പാടുകളാണ്. ഇത് ഓടിക്കാണുന്നതും ഹീറോ പെട്ടെന്ന് തന്നെ ആ ഒരു വിമാനത്തിനടുത്തേക്ക് ഓടിപ്പോയിട്ട് അതിനകത്ത് കയറി പേടിച്ചിരിക്കുകയാണ്. കാരണം ഈ മഞ്ഞിലെ കരടി എന്ന് പറഞ്ഞാൽ അത്രയും ഡേഞ്ചറാണ്. അതുകൊണ്ട് കുറേ നേരം അതിനകത്ത് തന്നെ ഇരുന്നിട്ട് ഇപ്പോൾ വെളിയിൽ വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് മനസ്സിലാക്കി അത് കഴിഞ്ഞ് വെളിയിലേക്ക് വന്ന് വീണ്ടും ആ ഒരു സിഗ്നൽ കിട്ടാനുള്ള കാര്യമുണ്ടല്ലോ അത് പിന്നെയും പ്രവർത്തിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. കാരണം ഏതെങ്കിലും ഒരു റേഡിയോ സ്റ്റേഷനിലെ ഈ സിഗ്നൽ കിട്ടിയേ മതിയാവൂ. പക്ഷേ നിർഭാഗ്യവശാലേ ഒരിക്കലും ആ പച്ച ലൈറ്റ് ഓൺ ആവുന്നില്ല. അങ്ങനെ ഹീറോ എന്താ ചെയ്യുന്നത് വെച്ചാൽ അടുത്ത ദിവസം തന്നെ ഈ ചുറ്റുപാടൊന്ന് നിരീക്ഷിക്കാമെന്ന് വിചാരിച്ചിട്ട് അടുത്തുള്ളൊരു മലയുടെ മുകളിലേക്ക് കയറി നിന്ന് താഴേക്ക് നോക്കുമ്പോൾ ആ മഞ്ഞ് കരടി ഉണ്ടല്ലോ, അതിൻ്റെ ആഹാരം അന്വേഷിച്ച് അവിടെയെല്ലാം ചുറ്റി നടക്കാണ്. ഹീറോയെ കൈ കിട്ടിക്കഴിഞ്ഞാൽ അത് എന്തായാലും കൊല്ലും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് വീണ്ടും തിരിച്ച് തൻ്റെ ആ ഒരു പ്ലെയിനിനടുത്തേക്ക് തന്നെ വരുന്നു. അടുത്ത ദിവസമാകുമ്പോൾ പിന്നെയും പഴയതുപോലെ തന്നെ റിപ്പീറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ ഇത്ര ദിവസമായിട്ടും ഒരു റെസ്ക്യൂ ടീം പോലും അല്ലാന്നുണ്ടെങ്കിലും മുകളിലൂടെ ഒരു വിമാനം പോലും പോയിട്ടില്ല. ഇപ്പോൾ തൻ്റെ കയ്യിൽ അവശേഷിക്കുന്ന മീനുകളുണ്ടല്ലോ അതും ഓരോന്നായിട്ട് കുറഞ്ഞു വരുന്നു. പുതിയ മീനേയും കിട്ടുന്നില്ല. ഇപ്പോൾ ഒരേ ഒരു മാർഗം രക്ഷപ്പെടുത്താനുള്ള ആ ഒരു സിഗ്നല് അയക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കുക എന്നുള്ളത് മാത്രമാണ്. അങ്ങനെ കുറേ നേരം ആ ഒരു സിഗ്നലിന് വേണ്ടി ഇരുന്നിരുന്ന അവസാനം ഹീറോയുടെ ആ ഒരു പ്രതീക്ഷ തന്നെ നഷ്ടപ്പെട്ടു. എന്നിരുന്നാലും നിർത്തുന്നില്ല. അങ്ങനെ കറക്കി അവസാനം ആ ഒരു പച്ച സിഗ്നൽ കത്തുന്നതും ഇവിടെ അടുത്തായിട്ട് തന്നെ വേറെ ഏതോ ഒരു സിഗ്നൽ ഉണ്ടെന്ന് ഹീറോയ്ക്ക് മനസ്സിലായി. അങ്ങനെ ഹീറോ എഴുന്നേറ്റ് കുറച്ച് മുന്നിലേക്ക് പോകുമ്പോഴത്തേക്കാണ് ഒരു ഹെലികോപ്റ്റർ ആ ഒരു വശത്തേക്ക് വരുന്നത് ഹീറോ കാണുന്നത്. ഒരു സമയം പോലും പാഴാക്കുന്നില്ല, പെട്ടെന്ന് തന്നെ ആ ഒരു ഫ്ലെയർ എടുത്ത് അത് കത്തിക്കുന്നതും ആ ഒരു ഹെലികോപ്റ്ററിലുള്ള ആളുകളും ഹീറോയെ കണ്ടു. എന്നിട്ട് അവരെ ഹെലികോപ്റ്റർ അവിടേക്ക് നിർത്താനായിട്ട് വരുമ്പോഴത്തേക്കാണ് അവരെ കൊണ്ട് കഴിയുന്നില്ല. കാരണം ശക്തമായിട്ടുള്ള കാറ്റാണ് അടിക്കുന്നത്. അതിൽ ആ ഒരു ഹെലികോപ്റ്റർ കൺട്രോൾ ചെയ്യാൻ പോലും കഴിയുന്നില്ല. ഹീറോ ആണെങ്കിലോ പ്രതീക്ഷ നിൽക്കാണ് തന്നെ ഇപ്പോൾ കൊണ്ടുപോകുന്നത്. അവിടെയും ഹീറോയ്ക്ക് ഭാഗ്യമില്ല. എന്താണെന്ന് വെച്ചാൽ ആ ഒരു ഹെലികോപ്റ്റർ നിയന്ത്രണം വിട്ട് നേരെ താഴേക്ക് വന്ന് വീണ് നല്ലൊരു ആക്സിഡന്റ് സംഭവിക്കുന്നു. പക്ഷെ എന്തോ ഭാഗ്യത്തിന് അത് പൊട്ടിത്തെറിക്കുന്നില്ല. ഹെലികോപ്റ്റർ എന്തായാലും അപകടത്തിൽ പെട്ടു. അങ്ങനെ ഇത് മനസ്സിലാക്കിയ ഹീറോ ഓടി ആ ഒരു ലൊക്കേഷൻ അടുത്തേക്ക് എത്തും. എന്നിട്ട് ആ ഒരു ഹെലികോപ്റ്ററിന്റെ ഡോർ തുറന്ന് അകത്തേക്ക് നോക്കുമ്പോൾ പൈലറ്റ് നല്ല പരിക്ക് പറ്റി കിടക്കാണ്. അവന് ജീവനുണ്ടോ ഇല്ലേന്ന് നോക്കുമ്പോൾ ജീവനില്ല. അങ്ങനെ വലിച്ച് പുറത്തേക്കിട്ടിട്ട് വേറെ ആരെങ്കിലും ഉള്ളിലുണ്ടോ എന്ന് നോക്കുമ്പോഴത്തേക്കാണ് ഒരു ലേഡി ഉണ്ട്. അപ്പോൾ രണ്ടാമത്തെ ആ ഒരു ക്രൂ മെമ്പറിനെ ഹീറോ എടുത്തിട്ട്
അവർക്ക് എന്തെങ്കിലും പരിക്ക് പറ്റിയിട്ടുണ്ടോ എന്ന് നോക്കുമ്പോഴത്തേക്കും അവരുടെ വയറിൽ നല്ലൊരു മുറിവ് സംഭവിച്ചിട്ടുണ്ട്. അതുപോലെ രക്തം പോയതുകൊണ്ട് അവരിങ്ങനെ അബോധാവസ്ഥയിൽ കിടക്കാണ്. അങ്ങനെ ആദ്യം തന്നെ ഹീറോ ഒരു ഫസ്റ്റ് എയ്ഡ് കിറ്റ് എടുത്തിട്ട് ആ മുറിഞ്ഞ ഭാഗത്ത് മരുന്നെല്ലാം വെച്ച് അവസാനം ഒരു സ്റ്റാപ്ലർ വെച്ച് ആ ഭാഗത്ത് നല്ലപോലെ അടിക്കുന്നുണ്ട്. അപ്പോഴാണ് അവർ രക്തം പോകുന്നത് കുറച്ചെങ്കിലും നിൽക്കുന്നത്. അങ്ങനെ അവർക്ക് വലിയ കുഴപ്പമില്ലാന്ന് മനസ്സിലാക്കുന്നതും ഇപ്പൊ ഈ ഹെലികോപ്റ്റർ വിട്ട് ഇവർക്ക് പുറത്തേക്ക് പോകാനായിട്ട് കഴിയത്തില്ല. കാരണം നിർത്താതെയുള്ള കാറ്റും മഞ്ഞു വീഴ്ചയും കാരണം ഇതിനകത്ത് തന്നെ തുടരണം, ഇത് നിൽക്കുന്നത് വരെ. അങ്ങനെ കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം ആ ഒരു കാറ്റും മഞ്ഞു വീഴ്ചയെല്ലാം അവസാനിച്ച് ഇപ്പൊ അവർ ക്രൂ മെമ്പറിനെ പരിശോധിച്ചിട്ട് അവർക്ക് കുഴപ്പമില്ലാന്ന് മനസ്സിലാക്കി വെളിയിൽ നോക്കുമ്പോൾ ആ പൈലറ്റ് ആൾറെഡി മരിച്ചു കഴിഞ്ഞു. മഞ്ഞുകൊണ്ട് അയാളുടെ ശരീരം മൂടിയേക്കാണ്. അങ്ങനെ അയാളുടെ ശരീരം ഒരു കവറെല്ലാം കൊണ്ട് പൊതിഞ്ഞിട്ട് ഈ ഹെലികോപ്റ്ററിനുള്ളിൽ നിന്നും എന്തൊക്കെ സാധനങ്ങൾ കിട്ടോ അതെല്ലാം ഹീറോ കളക്ട് ചെയ്യും. അപ്പോൾ കുറെ കയറുകളുണ്ട്, അതേപോലെ തന്നെ മലയുടെ മുകളിലേക്ക് കയറായിട്ടുള്ള ആ ഒരു ആക്സ്, അതേപോലെ തന്നെ ഇൻസ്റ്റന്റ് നൂഡിൽസ് ഉണ്ടല്ലോ അതിൻ്റെയും കുറെ പാക്കറ്റുകളുണ്ട്. അപ്പോൾ ഇത്രയും നാളായിട്ടും വെളിയിലുള്ള ഒരു ഫുഡും കഴിക്കാത്ത ഹീറോ അപ്പോഴും തന്നെ കുറച്ചെടുത്ത് കഴിക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു ക്രൂ മെമ്പറിനെ അതിൽ നിന്ന് പുറത്തേക്ക് വെച്ചിട്ട് അവരെ വലിച്ചെടുത്തോട്ട് പോകാൻ വേണ്ടി അവരെ പ്രത്യേകം കെട്ടിവെച്ച് അവരെ കൊണ്ട് എടുക്കാൻ കഴിയുന്ന അത്രയും കാര്യങ്ങൾ ഇതിൽ നിന്ന് എടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഹെലികോപ്റ്ററിൽ ഒരു മെസ്സേജ് എഴുതി വെച്ചിട്ടുണ്ട്, ഞങ്ങൾ ഇതുപോലെ ജീവനോടെ ഉണ്ട്, ഇവിടെ നിന്ന് കുറച്ച് അകലേക്ക് വന്നു കഴിഞ്ഞാൽ ഞങ്ങളെ കണ്ടുപിടിക്കാൻ കഴിയുമെന്ന് പറഞ്ഞിട്ട്. കാരണം വേറെ ആരെങ്കിലും ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഇവരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് അതുപോലെ ഒരു മെസ്സേജ് അവിടെ എഴുതിയിടുന്നത്. അങ്ങനെ അത് കഴിഞ്ഞ ആ ഒരു ക്രൂ മെമ്പറിനെ അവിടെ നിന്ന് നേരെ തൻ്റെ ആ ഒരു വിമാനത്തിനടുത്തേക്ക് ഹീറോ കൊണ്ടുപോവാണ്. അങ്ങനെ അകത്തേക്ക് കൊണ്ടുവന്ന് അവരെ സേഫായിട്ട് കിടത്തിയിട്ട് അവരോട് അവരുടെ പേര് ചോദിക്കുമ്പോഴത്തേക്കും അവർക്ക് ഹീറോയുടെ ലാംഗ്വേജ് മനസ്സിലാവുന്നില്ല. അവർ തിരിച്ചു ചോദിക്കുന്ന ഒരേ ഒരു കാര്യം പൈലറ്റ് എന്ന് മാത്രമാണ്. അപ്പോൾ ഹീറോ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ആ പൈലറ്റിന് അതിജീവിക്കാനായിട്ട് കഴിഞ്ഞില്ലാന്ന്. അങ്ങനെ ആ സ്ത്രീയെ അവിടെ വെച്ച് കിടത്തിയിട്ട് വീണ്ടും തകർന്നു പോയ ആ ഒരു ഹെലികോപ്റ്ററിനടുത്ത് ഈ ഹീറോ പോകാനായിട്ട് നിൽക്കുകയാണ്. കാരണം ഇനിയും കുറേ സാധനങ്ങൾ അവിടെ നിന്ന് എടുക്കാനുണ്ട്. അങ്ങനെ അതേപോലെ തന്നെ അവിടേക്ക് തിരിച്ചു വന്നിട്ട് അവിടെ മരിച്ചെടുക്കുന്ന ആ ഒരു പൈലറ്റിന്റെ ശരീരം അവിടെ പൂർണ്ണമായിട്ടും മൂടി വെച്ച് അയാളുടെ ഒരു ആദരവിന് വേണ്ടിയിട്ട് കുറച്ച് കല്ലുകളും പെറുക്കി അവിടെ വെക്കും. എന്നിട്ട് ആ ഒരു ഹെലികോപ്റ്ററിനുള്ളിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കുമ്പോഴത്തേക്കാണ് ഒരു ചെറിയ സിലിണ്ടർ, ലൈറ്റർ, പിന്നെ വലിയൊരു മാപ്പ്, ചെറിയ സ്റ്റൗവ്, ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളെല്ലാം ഹീറോയ്ക്ക് കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ ആ ഒരു ഹെലികോപ്റ്ററിനുള്ളിൽ നിന്നും മറ്റൊരു ഫോട്ടോയും കിട്ടും. ഇത് കാണുമ്പോഴത്തേക്ക് ഹീറോ അത് കണ്ടിട്ട് എന്തോ ഒരു വിഷമമായിട്ട് ആ ഫോട്ടോ എടുത്ത് പോക്കറ്റിലേക്ക് വെക്കും. അങ്ങനെ അത് കഴിഞ്ഞ് ബാക്കി കാര്യങ്ങളെല്ലാം സെർച്ച് ചെയ്തിട്ട് ഇപ്പം അതിൻ്റെ പിറകിലേക്ക് വന്ന് നോക്കുമ്പോഴത്തേക്കാണ് ഒരു സ്ലെഡ് ഹീറോയ്ക്ക് കിട്ടുന്നത്, അതേപോലെ തന്നെ ഒരു ട്രങ്കും. അപ്പോൾ ഇതുകൊണ്ട് എന്തായാലും സാധനങ്ങൾ വലിച്ചെടുത്തോണ്ട് പോവാം, അതെല്ലാം കുറച്ചുകൂടി എളുപ്പമായി. ആ ഒരു സന്തോഷത്തിൽ ഈ കാര്യങ്ങളെല്ലാം അതിലേക്ക് വെച്ച് കിട്ടി. അതും കൊണ്ട് തിരിച്ച് തൻ്റെ പ്ലെയിനിലേക്ക് വരുമ്പോഴത്തേക്കാണ് അതിനുള്ളിൽ നിന്ന് കിട്ടിയ ആ ഒരു ഫോട്ടോ ഉണ്ടല്ലോ അതിലെന്താണുള്ളതെന്ന് കാണിക്കുന്നത്. സത്യത്തിലെ ഇപ്പോൾ ആക്സിഡന്റ് പറ്റി മരിച്ച ആ ഒരു പൈലറ്റും അതേപോലെ തന്നെ ആ ഒരു ക്രൂ മെമ്പർ ആയിട്ടുള്ള പെണ്ണും ഇവർ രണ്ടുപേരും ഭാര്യ ഭർത്താക്കന്മാരായിരുന്നു. അവർക്കൊരു കുട്ടിയുണ്ട്. അങ്ങനെ ആ ഒരു പെണ്ണ് ഇപ്പോഴും നല്ല ഉറക്കമാണ്. അതുകൊണ്ട് തന്നെ അവളുടെ മുറിവിൽ സാനിറ്റൈസ് ചെയ്യുന്നു, ഇൻഫെക്ഷൻ ഒന്നും വരാതിരിക്കാൻ വേണ്ടി. അത് കഴിഞ്ഞിട്ട് ആ ഒരു പോർട്ടബിൾ സ്റ്റൗ ഉണ്ടല്ലോ അത് തീ കത്തിച്ചിട്ട് കൈയെല്ലാം നല്ലതുപോലെ അതിൽ കാണിക്കുന്നുണ്ട്. കാരണം ഇത്രയും കാലമായിട്ട് ചെറിയ ചൂടെന്ന് പറയുന്നൊരു സംഭവം പോലും ഇതുവരെ കണ്ടിട്ടില്ല. അത് കഴിഞ്ഞിട്ട് ഹീറോ ആ ഒരു വലിയ മാപ്പ് എടുത്ത് അത് നല്ലതുപോലെ പരിശോധിക്കുകയാണ്. എന്നിട്ട് തൻ്റെ കയ്യിലുള്ള താൻ വരച്ച ആ ഒരു മാപ്പ് ഉണ്ടല്ലോ അതും എടുത്ത് മാച്ച് ചെയ്ത് അങ്ങനെ തന്നെ നോക്കിയിരിക്കുമ്പോഴത്തേക്കും വെളിയിൽ നല്ല കാറ്റ് വീശുന്നുണ്ട്. അപ്പോൾ കൂടുതൽ കാറ്റ് വരുന്നതിന് മുന്നേ എന്തെങ്കിലും കിട്ടുമെന്നറിയാൻ വേണ്ടി ഹീറോ അങ്ങനെ വന്നിട്ട് താനിട്ട് ആ ഒരു ചൂണ്ടുണ്ടല്ലോ അത് പരിശോധിക്കുമ്പോഴത്തേക്കും നല്ല സന്തോഷമായി. കാരണം ഒരു വലിയ മീനിനെ തന്നെ കിട്ടിയിട്ടുണ്ട്. ആ സന്തോഷത്തിൽ അതിനെ നേരെ അകത്തേക്ക് കൊണ്ടുവന്ന് പെട്ടെന്ന് തന്നെ കണ്ടിച്ച് കൊണ്ടുവന്ന ഇൻസ്റ്റന്റ് നൂഡിൽസ് ഉണ്ടല്ലോ അതിൽ ഈ ഒരു മീനിനെ മുറിച്ചിട്ട് വേവിച്ച് കഴിക്കുകയാണ്. നല്ല ടേസ്റ്റ് ഒന്നും ഉണ്ടാകത്തില്ല, എന്നിരുന്നാലും ഇത്രയും നാളുകൾക്ക് ശേഷമാണല്ലോ ഒരു ആഹാരം തന്നെ നല്ലതുപോലെ കഴിക്കുന്നത്. അങ്ങനെ ഹീറോയും അത് കഴിച്ചിട്ട് അതേപോലെ തന്നെ ആ ഒരു പെണ്ണുണ്ടല്ലോ അവർക്കും ഈ ഫുഡ് കൊടുക്കുന്നുണ്ട്. അവർക്ക് കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും ജീവൻ നിലനിർത്തണം, ആരോഗ്യം അതേപോലെ തന്നെ നിലനിർത്തണം, അതിനുവേണ്ടി വെള്ളവും ഫുഡും എല്ലാം ഹീറോ കൊടുക്കുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അടുത്ത ദിവസം ആകുമ്പോഴത്തേക്കും വീണ്ടും ആ ഒരു സിഗ്നൽ കിട്ടുന്ന ഡിവൈസ് അത് പ്രവർത്തിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അടുത്തൊരു റെസ്ക്യൂ ടീം വരാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഇത്ര നേരമായിട്ട് ചെയ്തിട്ടും ആരും വരുന്നതായിട്ട് തോന്നില്ല. അതുപോലെ ഇനി ഹീറോയ്ക്കുള്ള വലിയൊരു ടാസ്ക് എന്താണെന്ന് വെച്ചാൽ ആ ഒരു സ്ത്രീയെ എങ്ങനെ രക്ഷിക്കുക എന്നുള്ളതാണ്. കാരണം അവർക്കിപ്പോൾ അനങ്ങാൻ പോലും കഴിയാത്തൊരവസ്ഥയാണ്. രാത്രി ആകുമ്പോഴാണെങ്കിലോ അവർ നല്ലതുപോലെ ചുമച്ചുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ രാത്രി മുഴുവനും അവരെ നോക്കിയിട്ട് ഇപ്പോൾ അടുത്ത ദിവസം രാവിലെ ആവുന്നതും അവർക്ക് എന്തോ ചെറിയൊരു മാറ്റമുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഹീറോയുടെ കൈ അവർ നല്ലതുപോലെ പിടിക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ അവൾക്ക് വേണ്ടി ഇത്രയും കാര്യങ്ങൾ ഹീറോ ചെയ്തതുകൊണ്ട്. അപ്പോൾ ഇതുകൂടി ആവുന്നതും ഹീറോയ്ക്ക് കുറച്ചുകൂടി റെസ്പോൺസിബിലിറ്റി കൂടുകയാണ്. ഹീറോയും രക്ഷപ്പെടണം, അതേപോലെ തന്നെ ആ ഒരു സ്ത്രീയെയും രക്ഷപ്പെടുത്തണം. അതുകൊണ്ട് ഹീറോയുടെ കയ്യിലുള്ള ആ ഒരു മാപ്പ് എടുത്തിട്ട് അതിൽ ഏറ്റവും അടുത്തുള്ളൊരു വില്ലേജ് ഏതാണെന്ന് മാർക്ക് ചെയ്ത് അവിടേക്ക് പോകാനായിട്ടുള്ള ഏറ്റവും ഷോർട്ടായിട്ടുള്ളൊരു വഴി ഹീറോ കണ്ടുപിടിക്കും. അപ്പോൾ കുറേ ദിവസം യാത്ര ചെയ്താൽ മാത്രമേ അവിടേക്ക് എത്താൻ കഴിയത്തുള്ളൂ. ഇത്രയും തണുത്തുറഞ്ഞ ഈ ഒരു പ്രദേശം അതിലൂടെ അവിടേക്ക് പോകാന്നുള്ളത് വളരെ റിസ്ക് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതിന് വേണ്ടിയിട്ട് ഹീറോ തയ്യാറാവുകയാണ്. എന്താണെന്ന് വെച്ചാൽ ഒരുപാട് വള്ളികളും മറ്റു കാര്യങ്ങളെല്ലാം എടുത്തിട്ട് അതുവഴി
ഒരുപാട് മീനുകളെ പിടിക്കുന്നു. എന്നിട്ട് ആ മീനുകളെല്ലാം എത്ര ദിവസത്തെ യാത്രയാണെന്ന് അറിയത്തില്ലല്ലോ, അതിനുവേണ്ടി സേവ് ചെയ്ത് വെക്കും. എന്നിട്ട് കഴിയുന്നത്ര വെള്ളവും ശേഖരിക്കുന്നുണ്ട്. എന്നിട്ട് ആ ഒരു സ്ലെഡിൽ ഇതെല്ലാം എടുത്തു വെക്കും. അതേപോലെ തന്നെ ആ ഒരു പെണ്ണ്, അവൾ ഇപ്പോഴും കിടന്ന് ഉറങ്ങാണ്. അവളെ കൊണ്ട് എഴുന്നേറ്റ് നടക്കാൻ പോലും കഴിയത്തില്ല. അതുകൊണ്ട് അവളെ ആ ഒരു സ്ലീപ്പിംഗ് ബാഗിൽ വെച്ച് ഈ സ്ലെഡിന് മുകളിലേക്ക് കിടത്തും. കാരണം അത്രയും തണുപ്പാണ്. എന്നിട്ട് അവസാനമായിട്ടും ഈ ഒരു പ്ലെയിനിലും ഒരു നോട്ട് എഴുതി വെക്കുന്നുണ്ട്. ഇതുപോലെ ഞങ്ങളെ അന്വേഷിച്ച് വരികയാണെങ്കിൽ ഞങ്ങൾ ജീവനോടെ ഉണ്ട്, ഇവിടെ നിന്ന് അടുത്തുള്ള ഗ്രാമത്തിലേക്ക് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്, അതും നോർത്ത് ഭാഗത്തേക്ക് എന്ന ആ ഒരു മാർക്കെല്ലാം ചെയ്തു വെച്ച് ആ നോട്ടും ഈ പ്ലെയിനിന്റെ മുകളിലായിട്ട് എഴുതി ആ തണുത്തുറഞ്ഞ മഞ്ഞിലൂടെ ഹീറോ ആ ഒരു സ്ത്രീയെ വലിച്ചെടുത്തുകൊണ്ട് പോവാണ്. അങ്ങനെ ആദ്യത്തെ കുറേ ദൂരം നടന്ന അവസാനം ഒരു മലയുടെ മുകളിലേക്ക് എത്തിയിട്ട് ഇനിയും തൻ്റെ ആ ഒരു ഡെസ്റ്റിനേഷനിലേക്ക് എത്താൻ വേണ്ടി ഒരുപാട് ദൂരം പോകണം. അതിനു മുന്നേ ആ സ്ത്രീക്ക് കുടിക്കാനായിട്ട് കുറച്ച് വെള്ളം കൊടുക്കും. എന്നിട്ട് അവരെ ഒന്നുകൂടി സേഫായിട്ട് കിടത്തിയിട്ട് അത് കഴിഞ്ഞ് ഇവരുടെ യാത്രയുടെ രണ്ടാമത്തെ ഭാഗം. ഓരോ യാത്രയും ഓരോ പോയിന്റിൽ അവസാനിക്കും. അത് കഴിഞ്ഞാണ് അടുത്ത യാത്ര അവസാനിക്കുന്നത്. ഇപ്പോൾ രണ്ടാമത്തെ ആ ഒരു പോയിന്റ് ഇവർ എത്താറായി. അപ്പോഴും തന്നെ ഇരുട്ടാൻ തുടങ്ങിയതും ഹീറോ എന്താ ചെയ്യുന്നത് വെച്ചാൽ അടുത്തുള്ള ആ ഒരു മഞ്ഞുണ്ടല്ലോ, ആ ഒരു മഞ്ഞ് മാറ്റിയിട്ട് ഒരു ചെറിയ സ്നോ വീടുണ്ടാക്കാണ്. കാരണം വേറെ ഒന്നല്ല, രാത്രിയിൽ ഇവർക്ക് കഴിയാൻ വേണ്ടി. അങ്ങനെ അതിനകത്താണ് അന്ന് രാത്രി ഇവർ രണ്ടുപേരും കഴിയുന്നത്. എന്നിട്ട് രാത്രിയാകുമ്പോൾ ആ സ്ത്രീക്ക് കഴിക്കാനായിട്ട് ആഹാരം കൊടുക്കുന്നു, അതുപോലെ തന്നെ വെള്ളം കൊടുക്കുന്നുണ്ട്. ഹീറോയും അതുപോലെ തന്നെ ആഹാരം എല്ലാം കഴിച്ചിട്ട് അന്നത്തെ രാത്രി ആ ഒരു വലിയ കരടി ഉണ്ടല്ലോ, അതെന്തായാലും ഈ വശത്തേക്ക് വരുന്നില്ല. അതുകൊണ്ട് ആ രാത്രി കഴിഞ്ഞ് അടുത്ത ദിവസം ആവുന്നതും ഇപ്പോൾ ഹീറോ ഒരു ലെയർ കൂടി വസ്ത്രവും മാസ്കും എല്ലാം ധരിക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ നേരത്തെ ഉള്ളതിന് പോലെയല്ല, കുറച്ചുകൂടി തണുപ്പും കാറ്റും കൂടുതലാണ്. അതിൽ സർവൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വസ്ത്രം ധരിച്ചാലേ മതിയാവത്തുള്ളൂ. അങ്ങനെ കുറേ ദൂരം നടന്നു പോകുമ്പോഴത്തേക്കും വേറെ ഏതോ ഒരു വിമാനവും അവിടെ താർന്നു കിടപ്പുണ്ട്. അതിന്റെ പാർട്സും ഹീറോ അങ്ങനെ ഇളക്കിയെടുത്തിട്ട് അതിനുള്ളിലുള്ള കാര്യം എന്താണെന്ന് നോക്കുമ്പോഴത്തേക്കാണ് വേറൊരാളുടെ പഴയ ID കാർഡും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അതിലാണ് മനസ്സിലാവുന്നത് അതൊരു ആണെന്ന്. എന്താണെന്ന് വെച്ചാൽ എക്സ്പെരിമെന്റൽ എയർക്രാഫ്റ്റ് ഓർഗനൈസേഷൻ എന്നാണ്. എന്താണെന്ന് വെച്ചാൽ ഇതുപോലെയുള്ള RT പ്രദേശം ഉണ്ടല്ലോ, അതിന് മുകളിലൂടെ ആ ഒരു എയർക്രാഫ്റ്റ് ഓടിച്ച് എക്സ്പെരിമെന്റ് ചെയ്യും. അത് വർക്കാവുന്നുണ്ടോ ഇല്ലയെന്ന് അറിയാൻ വേണ്ടി. അങ്ങനെ ഒരു എക്സ്പെരിമെന്റിൽ പെട്ട ആളാണ് ഹീറോയും ഓടിച്ചുകൊണ്ട് വന്നിട്ട് ഇപ്പൊ അപകടത്തിൽ പെട്ടത്. ആ ഒരു കാര്യം ഹീറോ മനസ്സിലാക്കും. അത് കഴിഞ്ഞ് ഹീറോ ആ സ്ത്രീനെയും കൊണ്ട് പിന്നെയും മുന്നോട്ട് പോകുന്നു. അങ്ങനെ കുറച്ചു ദൂരം യാത്ര ചെയ്തതിന് ശേഷമാണ് ഒരു വലിയ മല ഹീറോ കാണുന്നത്. ഇപ്പോൾ ഈ ഒരു മല കടന്ന് അപ്പുറത്തേക്ക് പോകണം. അവിടെയാണെങ്കിൽ നല്ല ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു പ്രദേശമായതുകൊണ്ട് അതിലൂടെ വലിച്ചുകൊണ്ട് പോകാനായിട്ടും നടന്നെത്താനായിട്ട് കുറച്ച് എളുപ്പമാണ്. പക്ഷെ അതിനു മുന്നേ ഈ മലയിലൂടെ അപ്പുറത്തേക്ക് കടക്കണം. ഹീറോയ്ക്ക് ഒറ്റയ്ക്ക് കടക്കാൻ കഴിയത്തില്ലല്ലോ, ആ സ്ത്രീയെ വലിച്ചെടുത്തുകൊണ്ട് പോകണം. അതാണ് കുറച്ച് റിസ്ക് ആയിട്ടുള്ള കാര്യം. എന്തായാലും അത് ചെയ്യാന്ന് വിചാരിച്ചിട്ട് ഹീറോ ആ മലയുടെ മുകളിലേക്ക് കയറിയിരുന്ന് ആ കയറ് വെച്ച് ആ ലേഡിയെ വലിച്ച് മുകളിലേക്ക് കയറ്റാൻ ശ്രമിക്കുന്നു. നല്ല ഭാരമുണ്ട്. അങ്ങനെ വലിച്ച് മുകളിലേക്ക് എത്തുമ്പോൾ പെട്ടെന്ന് ഹീറോയുടെ കയ്യിലെ പിടി വിട്ടിട്ട് താഴേക്ക് പോകാൻ വരുന്നതും അവന്റെ സർവ്വശക്തി ഉപയോഗിച്ച് അവൻ പിടിച്ചു നിർത്തും. എന്നിട്ട് വലിച്ചെടുക്കാൻ ശ്രമിക്കുമ്പോൾ പിന്നെ നടക്കത്തില്ല. ഇപ്പോൾ ഹീറോയുടെ നിയന്ത്രണം വിട്ട് നേരെ താഴേക്ക് തന്നെ പോകുന്നു. പക്ഷെ ആ ലേഡിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല, ഒരു മഞ്ഞിലിടിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോഴേ ഹീറോ തീരുമാനിക്കും ഇനിയിപ്പോൾ ഈ വഴി പോയിട്ട് കാര്യമില്ല, കാരണം ഇത് വലിച്ചു കയറ്റാനായിട്ട് പാടാണ്. അതുകൊണ്ട് ഈ മല കറങ്ങി വേണം പോകാനായിട്ട്. അങ്ങനെ പോയി കഴിഞ്ഞാൽ ദൂരം കുറച്ച് കൂടുതലാവും. അങ്ങനെ അവിടെ നിന്നും വീണ്ടും ആ ലേഡിയെ വലിച്ച് പിന്നെ യാത്ര തുടങ്ങാണ്. കുറേ ദൂരം പോകുമ്പോഴത്തേക്കും ഇരുട്ടാറായി. റെസ്റ്റ് എടുക്കണം, ആഹാരം കഴിക്കണം. ഇതിനു വേണ്ടിയിട്ട് ഒരു ചെറിയ കേവ് ഹീറോ കണ്ടുപിടിക്കും. എന്നിട്ട് അതിന് വെളിയിലുള്ള മഞ്ഞെല്ലാം തട്ടിക്കളഞ്ഞ് ഇപ്പൊ ആ ഒരു കേവിനുള്ളിലേക്ക് ഇവർക്ക് രണ്ടുപേർക്ക് കയറാൻ കഴിയും. അങ്ങനെ രണ്ടുപേരും കയറി ഇരുന്നിട്ട് വെളിയിൽ മഞ്ഞ് കൊണ്ടങ്ങ് മൂടി വെക്കും. എന്നിട്ട് കയ്യിലുള്ള ആ ഒരു ഗ്യാസ് സിലിണ്ടർ വെച്ചിട്ട് ബാക്കി വരുന്ന ആ ഒരു ഫുഡ് ഉണ്ടല്ലോ അതെല്ലാം കുക്ക് ചെയ്ത് രണ്ടുപേരും കഴിക്കാണ്. അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ് അതേപോലെ തന്നെ ആ സ്ത്രീക്കും ആഹാരം കൊടുത്ത് വെള്ളമെല്ലാം കൊടുത്തിട്ട് ഇപ്പൊ അതിനകത്ത് തന്നെ കിടന്ന് ഉറങ്ങാന്ന് വിചാരിച്ച് രണ്ടുപേരും അങ്ങനെ കിടക്കുമ്പോൾ ഹീറോയ്ക്ക് വെളിയിൽ എന്തോ ഓരോ കാര്യം മനങ്ങുന്നത് പോലെ. എന്താണെന്ന് നോക്കുമ്പോഴത്തേക്കാണ് ആ ഒരു വലിയ കരടി ഉണ്ടല്ലോ, അത് ഇതിന് ചുറ്റും ഇങ്ങനെ നടക്കാണ്. ഇവരുടെ മണം പിടിച്ച് വന്നെന്ന് തോന്നുന്നു. അങ്ങനെ കുറേ നേരം ഹീറോ മിണ്ടാതെ തന്നെ ഇരിക്കും. ഈ കരടിയാണെങ്കിലോ വെളിയിൽ വന്നിട്ട് ഇവരെ കാണാത്തത് കൊണ്ട് പെട്ടെന്ന് അവിടെ നിന്ന് പോകുന്നതും അത് പോകുന്ന ആ ഒരു സമയം തന്നെ ഹീറോ ആശ്വസിക്കുന്നുണ്ട്. ഭാഗ്യമെന്ന് പറഞ്ഞിരിക്കുമ്പോൾ ആ സ്ത്രീ പെട്ടെന്ന് ചുമയ്ക്കാൻ തുടങ്ങും. ഈ ശബ്ദം കേട്ട ആ കരടി വീണ്ടും തിരിച്ചു വന്ന് ഇവരൊളിച്ചിരിക്കുന്ന ആ ഒരു കേവ് കണ്ടുപിടിച്ചിട്ട് അതിന് പുറത്തുള്ള ആ ഒരു മഞ്ഞെല്ലാം അതായിട്ട് തന്നെ വലിച്ച് പുറത്തേക്ക് ഇടുകയാണ്. എന്നിട്ട് ഉള്ളിലേക്ക് നോക്കി ഇവരെ രണ്ടുപേരെയും കണ്ടു. ഇനിയിപ്പോൾ ഇവരെ കൊല്ലാൻ വേണ്ടി അത് തല ഉള്ളിലേക്ക് ഇടുമ്പോഴത്തേക്കും ഹീറോയ്ക്ക് വേറെ വഴിയില്ല, എന്തായാലും അതിനെ ഓടിച്ചില്ലേ മതിയാവും. അതുകൊണ്ട് കയ്യിലിരിക്കുന്ന ആ ഒരു ഫ്ലെയർ ലൈറ്റ് അത് കത്തിച്ച് അതിനടുത്തേക്ക് വെച്ചു കൊടുക്കുന്നതും ഈ തീ കണ്ടിട്ട് ആ കരടി പേടിച്ച് അവിടെ നിന്ന് ഓടും. അതുമല്ല ആ ഒരു കരടിക്ക് പെട്ടെന്ന് ഈ ഒരു കേവിനകത്തേക്ക് കയറാനായിട്ട് കഴിയത്തില്ലായിരുന്നു. അതുകൊണ്ട് ആ ഒരു കരടി അവിടെ നിന്ന് പോകുമ്പോഴത്തേക്കാണ് ഹീറോയ്ക്ക് കുറച്ചെങ്കിലും സമാധാനാവുന്നത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം ആവുന്നതും ഹീറോ നേരെ വെളിയിലേക്ക് ഇറങ്ങിയിട്ട് ആ കരടി അടുത്തെവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കും. നല്ലതുപോലെ സെർച്ച് ചെയ്തിട്ട് മാത്രമാണ് ആ സ്ത്രീയെ പുറത്തേക്ക് കൊണ്ടുവരുന്നത്. അത് കഴിഞ്ഞ് വീണ്ടും അത്രയും നല്ല മഞ്ഞു വീഴ്ചയും കാറ്റും ഇതിനിടയിൽ ഹീറോ പിന്നെയും മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ കുറേ ദൂരം യാത്ര ചെയ്യുമ്പോഴത്തേക്കും ഹീറോയ്ക്ക് ഇത്തവണ മുന്നിലുള്ള പല കാര്യങ്ങളും കാണാൻ കഴിയത്തില്ല.
അതുകൊണ്ട് വേറെ വഴിയില്ലാതെ ഇവർക്ക് തങ്ങാനായിട്ട് ഒരു സ്ഥലവും കണ്ടുപിടിക്കാൻ കഴിയത്തില്ല. അങ്ങനെ എന്താ ചെയ്യുന്നത് വെച്ചാലേ ആ സ്ലെഡ് ഉണ്ടല്ലോ അത് ഒരിടത്തേക്ക് ചരിച്ചു വെച്ചിട്ട് ഇപ്പൊ ആ ഒരു കാറ്റിനെ തടുക്കാൻ വേണ്ടി ഈ സ്ലീപ്പിംഗ് ബാഗിലേക്ക് ഹീറോയും കിടക്കണം. അതല്ലാതെ ഇപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും വേറെ വഴിയില്ല. അങ്ങനെ ആ ഒരു സ്ത്രീയോടൊപ്പം സ്ലീപ്പിംഗ് ബാഗിനുള്ള അന്നത്തെ ദിവസം ഹീറോ കിടന്ന് ഉറങ്ങാണ്. എന്തോ ഭാഗ്യത്തിന് ആ ഒരു രാത്രി മാത്രം ഈ കരടി ഇവിടേക്ക് വന്നിട്ട് അവരെയൊന്നും ചെയ്യുന്നില്ല. അടുത്ത ദിവസം ഹീറോ കണ്ണു തുറന്ന് നോക്കുമ്പോൾ നല്ലതുപോലെ മഞ്ഞുകൊണ്ട് മൂടിയിട്ടുണ്ട്. അപ്പൊ എന്തെങ്കിലും കാര്യങ്ങൾ നഷ്ടപ്പെട്ടു എന്നറിയാൻ വേണ്ടി ആദ്യം തന്നെ കുടിക്കുന്ന ആ ഒരു വെള്ളം ഉണ്ടല്ലോ ആ കുപ്പി അങ്ങനെ പൊക്കിയെടുക്കുന്നതും കുപ്പി കിട്ടിയിട്ടുണ്ട്, കുഴപ്പമില്ല. പക്ഷെ അതിലെ വെള്ളമെല്ലാം തീർന്നുപോയി. അങ്ങനെ ഇനിയിപ്പോൾ ഐസ് തിളപ്പിക്കണമെന്നുണ്ടെങ്കിൽ ആ സ്റ്റൗ കത്തിക്കണം. ഈ സാഹചര്യത്തിൽ അത് ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് ആ സ്ത്രീക്ക് വെള്ളവും കൊടുക്കണമല്ലോ. അതുകൊണ്ട് കുറെ ഐസ് വാരി ഈ കുപ്പിയിലേക്ക് ഇട്ടിട്ട് തന്റെ ബോഡി ടെമ്പറേച്ചറിൽ അത് ഒരുക്കാന്നുള്ള രീതിയിൽ ഹീറോ ഈ കുപ്പി എടുത്ത് ഉള്ളിലേക്ക് വെക്കും. അത് കഴിഞ്ഞിട്ട് ആ ഒരു സ്ത്രീയെയും കൊണ്ട് പിന്നെയും നമ്മുടെ ഹീറോ അവന്റെ യാത്ര തുടരുകയാണ്. അങ്ങനെ കുറേ ദൂരം നടന്നു വരുമ്പോഴത്തേക്കാണ് ഇത്തവണ വളരെ ചെറിയ മഞ്ഞായതുകൊണ്ട് തന്നെ അതിലൂടെ നടക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം കാല് താഴേക്ക് താഴ്ന്നു പോവും. അങ്ങനെ കുറച്ച് ദൂരം നടന്ന് അവസാനം റെസ്റ്റ് എടുക്കാൻ വേണ്ടി വേറൊരു വലിയ പാറയുടെ അടിയിലായിട്ട് ഇവർ രണ്ടുപേരും പോവും. അങ്ങനെ അവിടെ റെസ്റ്റ് എടുത്ത് തീയെല്ലാം കത്തിച്ച് ഈ ശരീരത്തിലുള്ള തണുപ്പ് മാറ്റാൻ വേണ്ടി ശരീരഭാഗങ്ങളൊക്കെ നല്ലതുപോലെ അനക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ രക്തഓട്ടം നല്ലതുപോലെ ശരീരത്തിൽ നടക്കത്തില്ല. അതുകൊണ്ട് ആ ഒരു സ്ത്രീയോട് ഹീറോ പറയുന്നുണ്ട്, നിങ്ങളുടെ കൈ അനക്കാൻ പറയുമ്പോൾ അവർക്കാണെങ്കിലോ ഇപ്പോൾ ഒട്ടും അനക്കമില്ല. ജീവിച്ചോ മരിച്ചോ വല്ലാത്തൊരവസ്ഥയായിപ്പോയി. അങ്ങനെ ഹീറോ എന്താ ചെയ്യുന്ന വെച്ചാല് അവരുടെ ആ ഒരു മുറിവുണ്ടല്ലോ അതെന്തായെന്ന് അറിയാൻ വേണ്ടി നോക്കുമ്പോഴത്തേക്കും ആ ഒരു മുറിവ് നല്ലതുപോലെ ഇൻഫെക്റ്റഡ് ആയിട്ടുണ്ട്. അതുമല്ല അവരുടെ വായിൽ നിന്ന് രക്തവും പുറത്തേക്ക് വന്നിട്ടുണ്ട്. അതും കാണാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ ഹീറോ മനസ്സിലാക്കും ഇനി അധിക നേരം ഇവരെ കൊണ്ട് ജീവിക്കാനായിട്ട് കഴിയത്തില്ല, അവരുടനെ തന്നെ മരിക്കും. അതുകൊണ്ട് ഇവിടെ നിന്നും ഇനി നമ്മുടെ ഹീറോയുടെ യാത്ര ഒറ്റയ്ക്കായിരിക്കണം. കാരണം ഇപ്പൊ തന്നെ ഒരുപാട് ടയേർഡ് ആയിട്ടുണ്ട്. ഇനി ഇവരെ കൊണ്ടുപോയിട്ടും കാര്യമില്ല എന്ന് മനസ്സിലാക്കിയ ഹീറോ അവരോട് സോറി എല്ലാം പറഞ്ഞ്, അവരത് കേൾക്കുന്നുണ്ടോ ഇല്ലെന്ന് അറിയത്തില്ല, എന്നാലും അവരോട് സോറി എല്ലാം പറഞ്ഞിട്ട് അവരുടെ ശരീരം അവിടെ വെച്ച് തന്നെ മൂടി വേറെ വഴിയില്ല തന്റെ കൂടെ ഇത്രയും ദൂരം കൊണ്ടുവന്ന ആ ഒരു മനുഷ്യനെ വഴിയിൽ കളഞ്ഞിട്ട് പോകാണ്ട് ഹീറോയെ കണ്ട് കഴിയത്തില്ല എന്നുണ്ടെങ്കിലും ഇതല്ലാതെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ലല്ലോ. അതുകൊണ്ട് ഹീറോ ഒറ്റയ്ക്ക് ഇപ്പോൾ പോവാണ്. അങ്ങനെ അവിടെ നിന്ന് കുറച്ചു ദൂരം മുന്നിലേക്ക് നടക്കുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് ഹീറോ ഒരു കുഴിയിലേക്ക് വന്ന് വീഴുന്നു. എന്താന്ന് വെച്ചാൽ ഈ ഒരു മഞ്ഞ് മൂടി കിടക്കുന്നതുകൊണ്ട് ഇതൊരു മലയാണല്ലോ, അവിടെ പല കുഴികളും ഉണ്ടായിരുന്നു. ഹീറോ കുഴിയിലേക്ക് വന്ന് വീണിട്ട് ഇപ്പൊ എഴുന്നേൽക്കാൻ ശ്രമിക്കുമ്പോഴാണ് അവന്റെ കാല് ആ ഗ്യാപ്പിൽ സ്റ്റെക്കായിപ്പോയി, വലിച്ചെടുക്കാനായിട്ട് കഴിയുന്നില്ല. ഇപ്പോൾ അവിടെ കിടന്ന് ഹീറോ മരിക്കുമെന്ന് വിചാരിക്കുമ്പോൾ ഇനി എങ്ങനെ രക്ഷപ്പെടുമെന്ന് വരെ ഹീറോ ആലോചിക്കുന്നുണ്ട്. അവന്റെ വിശ്വാസമെല്ലാം നഷ്ടപ്പെട്ടതുപോലെ. കാരണം വേറെ ഒന്നുമല്ല, ഇതിന് മുകളിൽ ഹീറോ നിൽക്കുന്ന സമയത്ത് അവനൊരു ചെടി കണ്ടിരുന്നു. അവൻ ആ ഒരു ചെടിയുടെ ഭംഗി നോക്കി അങ്ങനെ പുറകിലേക്ക് വരുമ്പോഴത്തേക്കാണ് ഈ കുഴിയിലേക്ക് വീണത്. ഇനിയിപ്പോ എന്തായാലും രക്ഷപ്പെട്ടേ മതിയാവും. അതുകൊണ്ട് എങ്ങനെയും ആ ഒരു വേദന സഹിച്ച് തന്റെ കാല് അതിൽ നിന്ന് പുറത്തേക്ക് എടുക്കുന്നു. അപ്പോൾ നല്ല സീരിയസ് ആയിട്ടുള്ള പരിക്ക് തന്നെ ഹീറോയ്ക്ക് പറ്റിയിട്ടുണ്ട്. അങ്ങനെ അവിടെ നിന്ന് നേരെ മുകളിലേക്ക് ഒരു വിധത്തിൽ കയറി വന്നിട്ട് ഇപ്പോ ആ ഒരു സ്ത്രീയുടെ അടുത്തേക്ക് വന്ന് അവരുടെ ഫോട്ടോ ഉണ്ടല്ലോ, ഫാമിലി ഫോട്ടോ, അത് ആ ഒരു സ്ത്രീയുടെ കയ്യിൽ വെച്ചു കൊടുക്കാം. കാരണം അവരുടെ മകൻ എന്തെങ്കിലും ഇവരുടെ ശരീരം കണ്ടുപിടിക്കുകയാണെങ്കിൽ അവർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ആ ഫോട്ടോ കൊണ്ട് കയ്യിലേക്ക് വെച്ചു കൊടുക്കുമ്പോൾ അവർ കൈ മുറുക്കുന്നുണ്ട്. എന്താന്ന് വെച്ചാൽ അവർ മരിച്ചിട്ടില്ല, അവർക്ക് ജീവനുണ്ട്. പഴയതുപോലെയല്ല, ഇപ്പോൾ കുറച്ചുകൂടി അവർ ഭേദമായിട്ടുണ്ട്. ഇതുകൂടി കാണുന്നത് ഹീറോ പൊട്ടിക്കരയാൻ തുടങ്ങും. കാരണം അവരെ ഉപേക്ഷിച്ചിട്ട് പോയതല്ലേ. അതുകൊണ്ട് ഹീറോ കുറച്ചു നേരം അവരോട് സോറി എല്ലാം പറഞ്ഞ് അവരുടെ അടുത്തിരുന്ന് കരയുന്നു. പക്ഷെ അവർക്കൊന്നും മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് ഹീറോയ്ക്ക് കുറച്ചുകൂടി കോൺഫിഡൻസ് വന്നു. അങ്ങനെ തന്റെ കാല് മുറിഞ്ഞിരിക്കുകയാണല്ലോ, അത് നോക്കുമ്പോഴത്തേക്ക് നല്ല മുറിവുണ്ട്. എന്നാലും രക്ഷപ്പെട്ടേ മതിയാവൂ. അതുകൊണ്ട് കുറച്ച് മഞ്ഞെല്ലാം വാരിയിലേക്ക് വെച്ചിട്ട് ഇപ്പൊ ഐസ ലീപ്പിച്ച ആ ഒരു വെള്ളം ഉണ്ടല്ലോ അതെടുത്ത് അവർക്ക് കുടിക്കാൻ കൊടുത്ത് ആ വയ്യാത്ത കാലും വെച്ചിട്ട് പിന്നെയും അവരെയും വലിച്ച് ഹീറോ മുന്നോട്ട് തന്നെ പോവാണ്. അതുപോലെ നല്ല ദാഹമുണ്ട്. അതുകൊണ്ട് ഐസ് തന്നെ വാരി ഹീറോയും തിന്നും. എന്നിട്ട് അവിടെ നിന്ന് കുറച്ചുകൂടി മുകളിലേക്ക് ഒരു ചെറിയ കയറ്റമുണ്ട്. അത് കാരണം എങ്ങനെയെങ്കിലും മുട്ടിലിഴഞ്ഞായാലും പിടിച്ചു പിടിച്ച് പകുതി മുകളിലേക്ക് കയറിയിട്ട് ഇപ്പൊ ആ സ്ത്രീ അവിടെ വെച്ച് കിടത്തിയിട്ട് കുറച്ചുകൂടി മുകളിലേക്ക് ഹീറോ വന്ന് നോക്കുമ്പോഴത്തേക്കാണ് അവിടെ ഒരു ഹെലികോപ്റ്റർ പറന്നു വന്നിറങ്ങുന്നു. അതിൽ നിന്ന് രണ്ടുപേരും ഇറങ്ങിയിട്ട് ആ ഒരു സ്ഥലമെല്ലാം പരിശോധിക്കുന്നുണ്ട്. ഇവരെന്തിനു വന്നതാണെന്ന് അറിയത്തില്ല. പക്ഷേ ഇത് കാണുമ്പോഴത്തേക്കും ഹീറോ പെട്ടെന്ന് താഴേക്ക് വരും. എന്നിട്ട് ആ ഒരു സ്ത്രീയെയും വലിച്ചെടുത്ത് നല്ല പാടുണ്ട്. പക്ഷെ ഇപ്പോൾ ഒരു പ്രതീക്ഷയുള്ളത് കൊണ്ട് ഹീറോ അങ്ങനെ അവരെ വലിച്ചു വരിച്ച് മുകളിലേക്ക് കൊണ്ടുവന്ന് ഇപ്പൊ ഇവരെ വിളിക്കുകയാണ്. വിളിക്കുമ്പോഴത്തേക്കും ഹീറോയെ കൊണ്ട് കഴിയുന്നില്ല, ശബ്ദം പുറത്തേക്ക് വരുന്നില്ല. അവരത് കേട്ടോ ഇല്ലെന്ന് പോലും അറിയത്തില്ല. അങ്ങനെ ഒരുപാട് നേരം ശ്രമിച്ച് അവരിപ്പോ അവിടെ നിന്ന് പോകാനായിട്ട് വരുമ്പോഴത്തേക്കും ഹീറോ പെട്ടെന്ന് ആ ഒരു ഫ്ലെയർ ഉണ്ടല്ലോ അതെടുത്ത് കത്തിക്കും. അതെടുത്ത് കത്തിച്ചിട്ട് ഇങ്ങനെ വിളിക്കുമ്പോഴത്തേക്കും അപ്പോഴും അവരത് കേൾക്കുന്നില്ല. ഈ ഒരു ഫ്ലെയർ അവർ കാണുന്നതുമില്ല. അവരിപ്പോ ഹെലികോപ്റ്ററിലേക്ക് കയറിയിട്ട് അത് അവിടെ നിന്ന് എടുക്കുന്നതും ഹീറോയ്ക്ക് വേറെ വഴിയില്ല. താൻ ഇട്ടിരുന്ന ആ ഒരു കോട്ട് ഊരിയിട്ട് അത് തീ കൊണ്ട് കത്തിച്ച് അങ്ങനെ മുകളിലേക്ക് ഉയർത്തി ഇങ്ങനെ കാണുകയാണ്. എന്നാലും അവരത് കാണുന്നില്ല. ഇപ്പൊ ആ ഒരു ഹെലികോപ്റ്റർ അവിടെ നിന്ന് പറന്ന് കുറച്ച് ദൂരേക്ക് പോകുമ്പോൾ ഹീറോ അങ്ങനെ ആ ഒരു സ്ത്രീയെ പിടിച്ച് അവിടേക്ക് ഇരുത്തിയിട്ട് അവരോടും പറയുന്നുണ്ട് വിളിക്കുന്നത്. പക്ഷെ അവരെ കൊണ്ട് കഴിയത്തില്ലല്ലോ. അങ്ങനെ എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ട് രണ്ടുപേരും താഴേക്ക് ഒന്ന് വീഴുന്നതും കുറേ നേരം അവിടെ കിടക്കുമ്പോഴത്തേക്കാണ് ആ ഹെലികോപ്റ്ററിൽ വന്നവര് ഹീറോയെ കണ്ടെന്ന് തോന്നുന്നു. അവരങ്ങനെ തിരിച്ച് ഹീറോയുടെ അടുത്തേക്ക് പറന്നു വരുന്നുണ്ട്. ഇവിടെയാണ് കാണുന്ന നമുക്കും സമാധാനാവുന്നത്. കാരണം
ഇവരെ രണ്ടുപേരെയും എന്തായാലും രക്ഷപ്പെടുത്തി കൊണ്ടുപോകാൻ പോകുന്നു. അതോടെ ഈ മൂവിയും ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? ഒരു നല്ലൊരു സർവൈവൽ ത്രില്ലർ മൂവിയായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. അടുത്തൊരു നല്ല മൂവിയായിട്ട് ഉടനെ തന്നെ വരാം. അതുവരെയും ബൈ.